ചേച്ചി, അമ്മു ചേച്ചി, ചേട്ടാ നിർത്ത് നിർത്ത് ചേട്ടോ. ചേട്ടാ ഒരു മിനിറ്റ്, വണ്ടി എടുത്ത് മാറ്റാ. ചേച്ചി അങ്ങോട്ട് മാറും. ചേച്ചി എന്താ? ഇറങ്ങി വാ, കല്യാണം മുടങ്ങി. നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ല, അത് താനേ മുടങ്ങി. ശരിക്കും നീ പറയുന്ന സത്യമാണോ? ആ എന്റെ ചേച്ചി, അല്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ പിന്നാലെ വരുവോ? ചേച്ചി സേഫ് ആയിട്ട് എവിടെയെങ്കിലും പൊക്കോട്ടെ എന്നല്ല ഞാൻ കരുതൂ. ചേച്ചിനെ എവിടെയും പോകേണ്ട ഒരു ആവശ്യമില്ല. അതെ, ചേച്ചി അതിന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പുറത്തിറങ്ങി സംസാരിച്ചിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. സോറി. എടാ ആദി, എങ്ങനെയാടാ കല്യാണം മുടങ്ങിയ? ശ്രീനാഥ് സ്വയം മുടക്കി. അതെങ്ങനെ? അയാൾക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ലെന്ന് അയാൾ തന്നെ മുത്തച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാലും ആ ശ്രീനാഥ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഗ്രാമത്തിന്റെ വിശുദ്ധിയും നന്മയുടെ നിറകുടമായ ശ്രീനാഥ് അവസാന നിമിഷം പാലം വലിച്ചു തോർത്ത് മുത്തച്ഛൻ അവിടെ തലയ്ക്കും കൈവച്ചിരിപ്പുണ്ടാവും. ഈ കല്യാണം നടക്കാതെ പോയതിന്റെ പേരിൽ ചേച്ചി ഇനി ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചേച്ചി സേഫായി. എന്നാ പോവാം, കേറിക്കോ. ദാസവേട്ടാ ഒന്ന് നിന്നേ. ദേ ഇതേ ചേച്ചിയുടെ റൂമിൽ കൊണ്ട് വെക്കൂ. അല്ല, ഈ ബാഗും പറ്റിയിട്ടൊക്കെ നിങ്ങൾ എവിടെ പോവാ? എവിടെയും പോവാനൊന്നുമല്ല, ഇത് അമ്മു ചേച്ചിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാ. ഓ, സമ്മാനം കിട്ടിയതാ അല്ലയോ? ആ അതെ അതെ, വേഗം കൊണ്ടേക്ക്. ബാബാ. അയ്യോ, എടാ എന്താണതൊക്കെ? കല്യാണം മുടങ്ങിയില്ലേ? പിന്നെന്താ ഒരു പോകാതെ ഇവിടെ തന്നെ കുറ്റടിച്ച് നിൽക്കുന്നേ? എന്റെ പൊന്ന് ആദി ചേട്ടാ, ഫുൾ കഥയും മാറി. എന്നുവെച്ചാ പറയാം. മാളു ഇവിടെ വരൂ. മാളു, നീ കള്ളം പറയില്ലെന്ന് മുത്തശ്ശനറിയാം. മുത്തശ്ശന് നിന്നെക്കുറിച്ചുള്ള ആ ധാരണ ഒരിക്കലും തെറ്റാൻ പാടില്ല. അമ്മുന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ശ്രീനാഥിനോട് ആരാ പറഞ്ഞത്? മാളു, മുത്തശ്ശൻ നിന്നോടാ ചോദിച്ചത്. മാളു, ഞാനാ പറഞ്ഞത് മുത്തശ്ശ. അമൃതേച്ചിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ഞാനാ ശ്രീയേട്ടനോട് പറഞ്ഞത്. നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ മാളു? ഒരു കാര്യം കേട്ടപാടെ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അന്വേഷിക്കാതെ മറ്റൊരാളോട് ഓടിച്ചെന്ന് പറയുന്നത് ശരിയാണോ? അത് പിന്നെ അമൃതേച്ചിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. അങ്ങനെ ആരാ നിന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്?
ചോദിച്ച കേട്ടില്ലേ? അമ്മൂന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് നിന്നോട് ആരാ പറയാൻ പറഞ്ഞത്? എന്നോടാരും പറഞ്ഞില്ല മുത്തശ്ശ. പിന്നെ എനിക്കത് അങ്ങനെ തോന്നി. ഓഹോ,